ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹേമൻസ് കോർണർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല. നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന മൺചട്ടി വളരെ എളുപ്പത്തിൽ എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാവും ഈ വീഡിയോ. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് മൺചട്ടി അതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് ഒരു 3 മണിക്കൂർ ഇത് മുക്കി വെക്കാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ചട്ടി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഉണക്കണം. വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണക്കാം, ഇല്ലെങ്കിൽ നല്ലൊരു ടവലെടുത്ത് നന്നായിട്ടൊന്ന് തുടച്ച് വെള്ളം ഒഴിവാക്കിയാലും മതി. ഇനി ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഉള്ളിൽ മാത്രമല്ല അതിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ചട്ടിയുടെ എല്ലാ വശങ്ങളിലും വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഏകദേശം 3/4 ഭാഗത്തോളം ഉണ്ട്. ഇനി ഇതൊരു രാത്രി മുഴുവനും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നേരം വെളുത്ത ഉടനെ തന്നെ കഞ്ഞിവെള്ളം കളയേണ്ട. ഗ്യാസ് കത്തിച്ച് ഈ കഞ്ഞിവെള്ളം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കഞ്ഞിവെള്ളം ഏകദേശം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒഴിവാക്കി ചൂടാറിയ ശേഷം ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ചൂടാറുന്നതിന് മുമ്പ് ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കഴുകുക. അപ്പോൾ ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ മൺചട്ടി നമുക്ക് എളുപ്പത്തിൽ മയക്കിയെടുക്കാം. ഗൾഫിലെല്ലാമുള്ള കൂട്ടുകാർക്ക് ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നാട്ടിലുള്ളവർക്കാണെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ചട്ടി മയക്കിയെടുക്കാൻ. അപ്പോൾ ഗൾഫിലുള്ളവർക്കുമുള്ളവർക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ചട്ടി മയക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക.